സഭാ തർക്കം തുടർന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്നലെ വൈദിക യോഗം ചേർന്നു. അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. സിനഡ് തീരുമാനം അനുസരിക്കണമെന്ന് അദ്ദേഹം യോഗത്തെ അറിയിച്ചു. എന്നാൽ ഏകീകൃത കുർബാന ആവശ്യപ്പെട്ട് കേസുകളുള്ള 52 പള്ളികളിൽ കേസ് പിൻവലിക്കാൻ നടപടിയെടുക്കണമെന്നാണ് വൈദികർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് കുർബാന അർപ്പിക്കാത്തതെന്ന വിചിത്രവാദമാണ് വൈദികർ നിരത്തിയത്. എന്നാൽ കുർബാന അർപ്പിച്ച് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്താൽ തീരാവുന്ന കാര്യമാണ്. അത്രയോ നിലവിലുള്ളൂ. അത് ചെയ്യാതെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ വിഡ്ഢികളാക്കുകയാണ് ഈ വൈദികർ. അതുപോലെ 2 വർഷമായി പട്ടം ലഭിക്കാത്ത ഡീക്കന്മാരുണ്ട്. ഡിസംബർ ആകുന്നതോടെ അത് 30ഓളം പേരാകും. 1-2 അല്ല, 30ഓളം പേർ. അവരെയും അവരുടെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി സഭയെ അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് എഴുതി കൊടുത്താൽ പട്ടം കൊടുക്കാൻ തയ്യാറാണെന്ന് വത്തിക്കാൻ പറഞ്ഞിരുന്നു നേരത്തെ. വത്തിക്കാന്റെ തീരുമാനം അത്. ആ തീരുമാനം അറിയിച്ചപ്പോൾ അതനുസരിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് ദുർബലമായ സഭാ നേതൃത്വവും വിമത പക്ഷവും ചേർന്ന് വിഷയങ്ങൾ അടുത്ത ജനുവരിയിലെ സിനഡ് വരെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ അണിയറയിൽ നടക്കുന്നതും അതുതന്നെയാണ്, ഒരു സംശയവും വേണ്ട. എന്നാൽ വിശുദ്ധ കുർബാന പ്രശ്നം വീണ്ടും ആളിക്കത്തിച്ച് മറ്റു ചില പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമവും ഒപ്പം നടക്കുന്നു. വ്യാജരേഖ, വിവിധ പള്ളികളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ, ഇതൊക്കെ അതിനൊരു ഉദാഹരണങ്ങളാണ്. ഈ വിഷയങ്ങളിൽ നിന്നും ബോധപൂർവം ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിമത വൈദികരോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ സഭയെ അനുസരിക്കുക, വിശ്വാസികളെ ചേർത്ത് നിർത്തുക. അനുസരണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം.